പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ HPയുടെ LaserJet പ്രിന്ററായ HP LaserJet MFP 227DN എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. LaserJet Pro MFP M227fdn ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഞാൻ ചെറുതായിട്ട് ടൈപ്പ് ചെയ്തൊരു ചെറിയ ഫാൾട്ട് ഉണ്ട്. താഴെ പേരുകൾ കാണിക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് വരും. ഇവിടെ കുറേ വെബ്സൈറ്റുകൾ കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് HPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്നാണ്. നോർമലി അത് ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഡിഫറൻറ്റ് വോയിസ് എന്നുള്ള അവിടെ സെലക്ട് ചെയ്യുക. അവിടെ വിൻഡോസ് ആണോ മാക് ആണോ ഏതാ വേണ്ടത്, അതേപോലെ വിൻഡോസ് ആണ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് വെർഷനാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിംഗ് ഉണ്ട്. ലോഡിംഗ് കഴിഞ്ഞതിന് ശേഷം താഴോട്ട് വരിക. അവിടെ ഡ്രൈവർ യൂണിവേഴ്സൽ പ്രിൻ്റർ ഡ്രൈവർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രൈവർ ഡൗൺലോഡ് ഇൻസ്റ്റാളേഷനാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അത് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷനും കാണും. അതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡിങ് ആവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഏകദേശം ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ യെസ് എന്ന് കൊടുക്കുക. ഇവിടെ നമുക്കിപ്പോൾ USB കണക്ഷൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ USB മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ വഴി കണക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആവുന്നതാണ്. ഇല്ലെങ്കിൽ സിസ്റ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൺട്രോൾ പാനലിൽ പ്രിൻ്ററിൻ്റെ പേര് വന്ന് നിൽക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ സാമ്പിളിന് ജസ്റ്റ് ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സിൽ പോയിട്ട് ജസ്റ്റ് പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നൊരു ഓപ്ഷൻ, പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എടുക്കുകയാണ്. അപ്പോൾ പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള ഇതാണ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് പോയി പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സിസ്റ്റം ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.